ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. 2024 വിവിധ പരീക്ഷകളിൽ PSC ചോദിച്ച 50 മലയാളം ചോദ്യങ്ങളും അവയുടെ ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. താഴെ പറയുന്നവയിൽ ശരിയായ പദമേത്? കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്രോതസ്. താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ രൂപമേത്? താപസി. താപസിയുടെ പുല്ലിംഗമാണ് താപസൻ. ഇനി തപസ്സിയുടെ സ്ത്രീലിംഗ രൂപമാണ് തപസ്വിനി. സന്യാസി, സന്യാസിനി. പിരിക്കുമ്പോൾ മാറ്റം വരാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തീനാളം. തീ പ്ലസ് നാളം. വനരോധനം എന്ന ശൈലിക്ക് അർത്ഥമെന്ത്? വ്യർത്ഥമായ കരച്ചിൽ അല്ലെങ്കിൽ നിഷ്പ്രയോജനമായ സങ്കടം പറച്ചിൽ. വിഹായസിലൂടെ ഗമിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം വിഹംഗം. ഓപ്ഷൻ ബി ആണ്. വിഹായസ് ആകാശം, വിഹായസിലൂടെ ഗമിക്കുന്നത് വിഹംഗം. വിഹംഗം എന്ന് പറഞ്ഞാൽ പക്ഷി. സ്വേദം എന്ന വാക്കിൻ്റെ അർത്ഥം വിയർപ്പ്. സ്വേദം വിയർപ്പ്. സബ്മിഷൻ എന്നതിൻ്റെ ശരിയായ പരിഭാഷ സമർപ്പണം. സബ്മിഷൻ സമർപ്പണം. എരിതീയിൽ എണ്ണയൊഴിക്കുക എന്ന ചൊല്ലിൻ്റെ അർത്ഥം കൂടുതൽ കുഴപ്പമുണ്ടാക്കുക. എരിതീയിൽ എണ്ണയൊഴിക്കുക, കൂടുതൽ കുഴപ്പമുണ്ടാക്കുക. സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ സിനിക്ക്. എം വാസുദേവൻ നായർ. ഓപ്ഷൻ ബി ആണ്. ശരിയായ പദം കണ്ടെത്തി എഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, തിരശ്ചീനം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം. എന്താണ് പൂജക ബഹുവചനം? അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനം. അങ്ങനെ വരുമ്പോൾ ആൻസർ താങ്കൾ. വിൺ അധികം തലം ചേർത്തെഴുതിയാൽ വിണ്ടലം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. പദങ്ങളുടെ അർത്ഥം ആൺ അഥവാ പുരുഷനെങ്കിൽ അത് പുല്ലിംഗമാണ്. അപ്പോൾ ആൻസർ മിടുക്കൻ. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം അവരോഹണം. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. അയവിറക്കുക, വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷു. ഇനി പിപാസു, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ബുഭുക്ഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. മുമുക്ഷു, മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ. പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം. എന്താണ് പ്രയോജകക്രിയ? പരപ്രേരണയാൽ ചെയ്യുന്ന ക്രിയയാണ് പ്രയോജകക്രിയ. അപ്പോൾ ആൻസർ ഓടിക്കുന്നു. ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ആൻസർ വന്നില്ല. ഇത് പിരിച്ചെഴുതിയാൽ വന്ന് അധികം ഇല്ല. ഒന്നാം പദത്തിലെ അവസാന അക്ഷരം സംവൃത ഉകാരമാണ്. അത് ലോപിച്ചു. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്നില്ലാതാവുന്നത് ലോപസന്ധി. നദി എന്ന പദത്തിന് സമാനമായ പദം വാഹിനി. അനിലൻ കാറ്റ്, സമീരൻ വായു, വിഹായസ് ആകാശം. പിരിച്ചെഴുതുക. വെൺതിങ്കൾ. വെൺതിങ്കൾ പിരിച്ചെഴുതിയാൽ വെൾ അധികം തിങ്കൾ. ഓപ്ഷൻ സി ആണ്. ആദേശസന്ധിക്ക് ഉദാഹരണം. ആൻസർ വിണ്ടലം. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നത് ആദേശസന്ധി. വിണ്ടലം പിരിച്ചെഴുതിയാൽ വിൺ അധികം തലം. ത് പോയി ട് വന്നു. തദ്ധിതത്തിന് ഉദാഹരണം.
എന്താണ് തദ്ധിതം? നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാക്കുന്ന പുതിയ നാമപദങ്ങൾക്കാണ് എന്ത് പറയുന്നത്? തദ്ധിതം. അങ്ങനെ വരുമ്പോൾ ആൻസർ വെണ്മ. വിപരീത പദം എഴുതുക. അഗ്രജൻ, അവരജൻ. അഗ്രജൻ വിപരീതം അവരജൻ. ജലത്തിൻ്റെ പര്യായപദം അല്ലാത്തതേത്? നളിനം. നളിനം താമരപ്പൂവ്. അമൃതം, സലിലം, വാരി. ഇവ മൂന്നും ജലത്തിൻ്റെ പര്യായപദങ്ങളാണ്. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യുവൽ ടു ദി ഫയർ എന്ന് വച്ചാൽ എരിതീയിൽ എണ്ണ ഒഴിക്കുക. അതായത് ക്ലേശം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കുക. കവിയുടെ സ്ത്രീലിംഗ പദമേത്? കവയിത്രി. ഓപ്ഷൻ എ ആണ്. ഒറ്റപ്പദമാക്കുക. വർഷം തോറും. വർഷം തോറും, പ്രതിവർഷം. മിന്നാമിനുങ്ങ് എന്ന പദത്തിൻ്റെ പര്യായപദമാണ് ഏതൊക്കെ? തൈജസകീടം, ഖദ്യോതം. ആൻസർ ഓപ്ഷൻ ബി. 3ഉം 4ഉം ശരിയാണ്. ഫടൻ എന്ന വാക്കിൻ്റെ അർത്ഥം വഞ്ചകൻ. ആൻസർ ഓപ്ഷൻ എ. 1 മാത്രം ശരിയാണ്. ഫാഷൻ മോങ്കർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമയേത്? അഴകിയ രാവണൻ. ആൻസർ ഓപ്ഷൻ എ. 1 മാത്രം ശരിയാണ്. കഥയുടെ പ്രധാനമായ അംശം. കഥാസാരം. ആൻസർ ഓപ്ഷൻ സി. 2 മാത്രം ശരിയാണ്. ശരിയായ പ്രയോഗമേത്? 10 തെങ്ങ് 100 പുസ്തകം. ആൻസർ ഓപ്ഷൻ ബി. 1ഉം 3ഉം ശരിയാണ്. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. നേത്രി. നേതാവ് സ്ത്രീലിംഗം നേത്രി. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. പിൻ അധികം കാലം, പിൽക്കാലം. കൺ അധികം നീര്, കണ്ണീര്. ആൻസർ ഓപ്ഷൻ എ. 1ഉം 3ഉം ശരിയാണ്. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് വച്ചാൽ ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. ആൻസർ ഓപ്ഷൻ ഡി. 4 മാത്രം ശരിയാണ്. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് അർത്ഥം, വിത്തം. ആൻസർ ഓപ്ഷൻ ബി. 1ഉം 2ഉം ശരിയാണ്. ശരിയായ വാക്കുകളേത്? രക്ഷാകർത്താവ്, ഹാർദം. ആൻസർ ഓപ്ഷൻ ഡി. 2ഉം 4ഉം ശരിയാണ്. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? അധ്യാപകർ. എന്താണ് പൂജക ബഹുവചനം? അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനം. സ്വാമികൾ, വൈദ്യർ, ജ്യോത്സ്യർ ഇവ 3ഉം പൂജക ബഹുവചനമാണ്. വണ്ട് എന്ന് അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? അളി, ഭ്രമരം, മധുപം, ഭൃംഗം. ഇവ 4ഉം വണ്ടിൻ്റെ പര്യായപദങ്ങളാണ്. ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. താഴെ കൊടുത്തവയിൽ ശരിയായ പദമേത്? ശരിയായ പദം ഓപ്ഷൻ സി ആണ്, അനുഗ്രഹീതൻ. യാദൃശ്ചികമല്ല, യാദൃച്ഛികം. അച്ഛൻ്റെ ഛ.
അതിഥിയല്ല അതിഥി, തലയിട ത. അഞ്ജലി ഞ്-ജായാണ് വരുന്നത്. പിരിച്ചെഴുതുക വിണ്ടലം, നേരത്തെ പറഞ്ഞതാണ്. വിൺ അധികം തലം. ചേർത്തെഴുതുക കൽ അധികം മതിൽ, കന്മതിൽ. ഓപ്ഷൻ ബി ആണ്. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഏട്ടിലെ പശു, പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം എഴുതുക ഉന്മീലനം, നിമീലനം. ഉന്മീലനം വിപരീതം നിമീലനം. ഒറ്റപ്പദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ആരാണ്? ജിജ്ഞാസു. ഇനി ജിഗീഷു ആരാണ്? ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ.